ഹലോ നമസ്കാരം, ഞാൻ വീണ ജാൻ ഫ്രം കറി വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി പാലപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ. അതുപോലെ തന്നെ എൻ്റെ ബ്ലോഗും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ച് കത്തിവെച്ച് സമയം കളയുന്നില്ല. വേഗം തന്നെ നമുക്ക് പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു നാളികേരം ചിരകിയത്, ഇഡലി റൈസ് 2 കപ്പ്. ഈ കപ്പിൻ്റെ അളവിൽ 2 കപ്പ്. ഈ റെസിപ്പിക്ക് ഞാൻ എപ്പോഴും ഇഡലി റൈസാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറെ അരി വെച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇഡലി റൈസ് തന്നെ യൂസ് ചെയ്ത് ഈ റെസിപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മാത്രം പൊന്നി റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ യൂസ് ചെയ്യുക. ഇഡ്ഡലി റൈസ് 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ഒരുപാട് സമയം സോക്ക് ചെയ്ത് വെക്കണ്ട. ഞാനൊരു 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചപ്പോൾ എനിക്കൊരു വളിച്ച മണം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് സമയം മതി സോക്ക് ചെയ്യാൻ. അതുകൊണ്ട് 3 മണിക്കൂർ 4 മണിക്കൂറോ മാക്സിമം സോക്ക് ചെയ്താൽ മതിയാകും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. അത് കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ തണുപ്പ് ക്ലൈമറ്റ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. സാധാരണ നോർമൽ ക്ലൈമറ്റ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പുളിപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ച് അതിൻ്റെ അളവ് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിന്. പഞ്ചസാര 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ. അത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ച് യൂസ് ചെയ്യുക. 2 മുതൽ 2.25 ഗ്ലാസ് വരെ വെള്ളം. അപ്പത്തിനായിട്ട് അരയ്ക്കാം. അരി സോക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നന്നായി കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ട് വെക്കുക. അപ്പൊ ഒരു 4 മണിക്കൂർ, ഞാൻ പറഞ്ഞില്ലേ 4 മണിക്കൂറോളം മതിയാവും. അപ്പൊ ഒരു 4 മണിക്കൊക്കെ നമ്മൾ അരി സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 മണിയാകുമ്പോഴേക്കും നന്നായിട്ട് അത് സോക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ. എന്നിട്ട് രാവിലെ അത് കഴുകിയതിന് ശേഷം ഊറ്റിയിട്ട് അരച്ചാലും മതിയാവും. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമുക്കിത് പകുതി അരിയും പകുതി നാളികേരത്തിന്റെ കൂടിയിട്ട് അരച്ചെടുക്കാം. 2 ബാച്ചായിട്ട് നമുക്ക് അരയ്ക്കാം. പകുതി അരിയും പകുതി നാളികേരം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരികൾ പാടില്ല. തരികളുണ്ടെങ്കിൽ നല്ല പാലപ്പം കിട്ടില്ല. അപ്പോൾ ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും നാളികേരം കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും അരച്ചിട്ടുണ്ട്. ഇതൊരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചപ്പോൾ മൊത്തത്തിൽ ഞാൻ 1.25 ഗ്ലാസ് വെള്ളമാണ് ഈ അരി നാളികേരം കൂടെ അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം. ലാസ്റ്റ് അതായത് ദോശമാവിനേക്കാളും കട്ടി കുറവുള്ള കൺസിസ്റ്റൻസി, കുറച്ചുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെള്ളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിന്ന് ഒരു തവി മാവ് 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു പാത്രം എടുക്കുക, അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ 1 തവി മാവ് ഒഴിക്കുക. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. തീ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇച്ചിരി സമയം എടുക്കും. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കരുത്. പെട്ടെന്ന് കുറുകി വരും, പക്ഷേ അത് വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു മിനിമം 10 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് കുറുകി വരാൻ. മീഡിയം ഫ്ലെയിമിൽ ഇത് കുറുക്കിയെടുക്കുക. കുറുകി വന്നിട്ടുണ്ട് കണ്ടോ, ഈ കൺസിസ്റ്റൻസി കേട്ടോ. ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നിർത്തുക. എന്നിട്ട് ഇത് കൂളാവാൻ അനുവദിക്കണം. ഇത് ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിൽ ഒഴിക്കരുത്. അപ്പോൾ പുറത്തേക്ക് ചാടും, നിങ്ങളുടെ മുഖത്തേക്കൊക്കെ വരും, കൊള്ളും. അപ്പോൾ ഇത് കൂളായതിനു ശേഷം നമുക്ക് ഒന്നും കൂടെ മിക്സിയിൽ ഒരു ഇച്ചിരിയും കൂടെ മറ്റേ മാവും കൂടെ മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് കൂളായിട്ട് വരാം. അപ്പം നമ്മുടെ കുറുക്കി വെച്ചിരിക്കുന്ന തണുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഒഴിക്കുക, ജാറിലോട്ട്. അതിലേക്ക് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിക്കുക. മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇത് നമ്മൾ ഈ മാവിലേക്ക് വെച്ച് കഴിഞ്ഞ് കട്ടകളൊന്നും ഉടയില്ല. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ അടിക്കുന്നത്. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, ഉപ്പ് ചേർക്കുക, 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് 1/4 ഗ്ലാസും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് അങ്ങ് നന്നായി അരച്ചെടുത്തിട്ട് നമ്മുടെ മാവിലോട്ട് വെച്ച് മിക്സ് ചെയ്യാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട്
മിക്സ് ചെയ്യാം. കണ്ടോ കൺസിസ്റ്റൻസി ദോശമാവിനേക്കാളും ലൂസായിട്ടുണ്ട്. ഇതിപ്പോ നാളെ, അതായത് ഇത് പൊങ്ങിയതിന് ശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇപ്പൊ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ, അത് കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പ്രോബ്ലം ഇല്ല. എപ്പോഴും ഇച്ചിരി ലൂസ് ആയിരിക്കണം. കട്ടി ആയി കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് അപ്പം കിട്ടില്ല. ഇത് ഇനിയിപ്പോ അടച്ച് പൊന്താൻ വെക്കുക. അപ്പൊ നിങ്ങള് തണുത്ത കാലാവസ്ഥയിലുള്ള സ്ഥലത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ പൊന്താൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഓവനില് അടച്ചു വെക്കുക. ഓവനില് ഓൺ ചെയ്തിരിക്കുന്ന ഓവനിലല്ല, സാധാരണ ഓവനില് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ചെറിയൊരു ചൂട് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ തൈരൊക്കെ പുളിക്കാനൊക്കെ ഞാൻ ഓവനിൽ വെക്കാറുണ്ട് നല്ല തണുപ്പ് വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പൊ തൽക്കാലം പൊന്തുന്ന വരെ നമുക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം അപ്പം ഉണ്ടാക്കാം. എന്നിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് ഇറക്കി വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതങ്ങ് പൊന്തി കഴിഞ്ഞാൽ മാവൊക്കെ താഴെ പോവും. അപ്പൊ മാവ് കുറെ വേസ്റ്റ് ആവും. അപ്പൊ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കുഴിയുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അഥവാ പൊന്തി പോവുകയാണെങ്കിൽ തന്നെ ഈ പാത്രത്തിലോട്ട് പോവുള്ളൂ. മാവ് വേസ്റ്റ് ആവില്ല, നമ്മുടെ സ്ഥലവും വൃത്തികേടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പൊ 1/4 ടീസ്പൂൺ വെച്ച് ഇടുകയാണെങ്കിൽ ഒരിക്കലും പൊന്തി പോകില്ല. അത് ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. എന്നാലും നമ്മളൊരു പ്രിക്കോഷൻ എടുത്തു എന്ന് മാത്രം. അപ്പൊ ഇത് പൊന്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തന്നെ അപ്പം ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ പൊന്തി കഴിഞ്ഞതിന് ശേഷം ഈ മാവെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അപ്പം ചുട്ടെടുക്കാം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ അപ്പത്തിന്റെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അത് കഴിച്ച് നോക്കിയിട്ട് അതിൽ ഉപ്പോ പഞ്ചസാര എന്താ കുറവെന്ന് നോക്കി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങൾ ചുട്ടെടുക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ അപ്പം ഉണ്ടാക്കാം. അപ്പം അതിന് ഒരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെക്കുക. അപ്പച്ചട്ടി ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ച് നോക്കുക. നന്നായി ചൂടായിട്ടുണ്ട്. വെള്ളം ചുറ്റിച്ചിട്ട് കളയാം. അതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കുക. ഇത് നമ്മുടെ ടെസ്റ്റിംഗ് അപ്പമാണ്. അപ്പോൾ ഈ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം ഒഴിക്കാൻ. തിരിച്ചതിന് ശേഷം ഈ സൈഡിൽ കുത്ത് വരുമ്പോൾ നമുക്ക് അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 1 മിനിറ്റോളം കുക്ക് ചെയ്യേണ്ടി വരും. ഈ റെസിപ്പി കിട്ടിയത് എൻ്റെ ഫ്രണ്ട് അനിതയുടെ അടുത്തുനിന്നാണ്. അനിത ശ്രീകുമാറിൻ്റെ അടുത്തുനിന്നാണ്. എനിക്ക് പണ്ട് അപ്പം ഇത്ര നന്നായി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പം അനിതയുടെ വീട്ടിൽ പോയപ്പോൾ അനിത എനിക്ക് ഈ പാലപ്പം ഉണ്ടാക്കി തന്നു. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയാണ് റെസിപ്പി ചോദിച്ച് ഉണ്ടാക്കാൻ പഠിച്ചത്. കുറച്ച് മാറ്റം വരുത്തി, പക്ഷെ ക്രെഡിറ്റ് അനിതയ്ക്കാണ്. താങ്ക് യു അനിത. അപ്പം നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോന്ന്. നമ്മുടെ ഫസ്റ്റ് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നടുവിൽ വെന്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഇതിലെന്താ കുറവ് നോക്കാം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു തവി അല്പം കൂടിയിട്ട് മാവ് ഒഴിക്കുക. ഒന്ന് ചുറ്റി കൊടുക്കുക. നടുവിലത്തെ ഭാഗം കുറച്ച് അധികം വേണം, എന്നാലും നല്ല സ്പോഞ്ച് പോലെ ആവുള്ളൂ. സൈഡിൽ കുത്തുകൾ വരുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കണം. 1 മിനിറ്റിനുള്ളിൽ അത് വേവും. കുത്തുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് അടച്ചു വെക്കാം. അപ്പം നിങ്ങൾക്ക് സോഫ്റ്റ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട. അതായത് മിഡിലിൽ വേവുമ്പോൾ എടുക്കാം. അതേസമയം ക്രിസ്പി അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി അപ്പം കിട്ടും. അപ്പം എപ്പോഴും ചൂടോട് കൂടി കഴിക്കാൻ ശ്രമിക്കുക. അപ്പം തണുത്ത് കഴിഞ്ഞാൽ എത്ര നല്ല അപ്പാണെങ്കിലും തണുത്ത് കഴിഞ്ഞാൽ അത്ര നന്നായി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ കൂടെ കഴിക്കാം. മുട്ടക്കറി, ചിക്കൻ കറി, കുറുമ, സ്റ്റൂ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ക്രിസ്പി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്പി ആണെങ്കിൽ ക്രിസ്പി, അല്ലെങ്കിൽ സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ്, ആ രീതിയിൽ അപ്പം ചുട്ടെടുക്കാം. ഒരു അപ്പം കൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എങ്ങനെയാണ് പൂവപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം. ഒരു തവി അല്പം കൂടെ വയ്ക്കുക.
ഇങ്ങനത്തെ പൂവ്. ഈ പൂവാണെങ്കിൽ ഇങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലേക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂവും ആക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ എന്നോട് പറയുക. എൻ്റെ ഇമെയിൽ അഡ്രസ് veenajan@gmail.com. VEE ഉണ്ട്. ഇതാ നമ്മുടെ സോഫ്റ്റ് പൂവപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനത് ക്രിസ്പി ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് നടുവിലത്തെ ഭാഗം വെന്തപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇത് ഇപ്പം നിങ്ങൾക്ക് ക്രിസ്പി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പി ആവും. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ പൂവപ്പം? നന്നായിട്ടുണ്ടോ കാണാൻ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം, അപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് ദോശച്ചട്ടിയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു കയ്യില് അപ്പത്തിന്റെ മാവ് ദോശച്ചട്ടി ചൂടാവുമ്പോൾ ഒഴിക്കുക. എന്നിട്ട് പരത്തരുത്. അത് ഈ കുമ്പളകൾ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ മൂടി വെക്കുക, മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം. എന്നിട്ട് തിരിച്ചിടാതെ വേവുമ്പോൾ അത് എടുക്കുക. അപ്പോൾ അപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് മാത്രം കേട്ടോ. അപ്പച്ചട്ടി ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ചുട്ടെടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് തീർച്ചയായിട്ടും എന്നോട് പറയണം. എന്താണെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കറി വേൾഡ്. പിന്നെ എൻ്റെ ബ്ലോഗ് ഉണ്ട്, curryworld.wordpress.com. അതിലും നിങ്ങൾ കയറി നോക്കുക. ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.